എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള 10 ഫ്രൂട്ട്സുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് 10ാമത്തത് മുതൽ 1ാമത് വരെയുള്ളത് ഓരോന്നും നമുക്ക് പരിശോധിക്കാം. മാത്രമല്ല ഓരോ ഫ്രൂട്ട്സിൻ്റെയും 100 ഗ്രാമിൽ എത്ര ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായി ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 10ാമത്തേത് ഏത് ഫ്രൂട്ടാണ് എന്നുള്ളത് നോക്കാം. 10ാം സ്ഥാനത്തുള്ളത് ബനാനയാണ്. 100 ഗ്രാം ബനാനയിൽ 1.1 ഗ്രാമാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. ഇനി 9ാമത്തേത് എന്ന് പറയുന്നത് കിവിയാണ്. 100 ഗ്രാം കിവിയിൽ 1.1 ഗ്രാം തന്നെയാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. അത് രണ്ടും ഒരുപോലെ തന്നെയാണ് ഉള്ളത്, എന്നാലും 10, 9 എന്ന് പറഞ്ഞു എന്ന് മാത്രം. 8ാമത്തേത് റാസ്ബെറിയാണ്. 100 ഗ്രാം റാസ്ബെറിയിൽ 1.2 ഗ്രാം ആണ് അതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത്. 7ാമത്തേത് ആപ്രിക്കോട്ട്. 100 ഗ്രാം ആപ്രിക്കോട്ടിൽ 1.4 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. ഇനി ബ്ലാക്ക്ബെറി ആണ്. 6ാം സ്ഥാനത്തുള്ളത് ബ്ലാക്ക്ബെറീസ് ആണ്. അത് 100 ഗ്രാം ബ്ലാക്ക്ബെറീസിൽ 1.4 ഗ്രാം ആണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. ഇനി പൊമഗ്രനേറ്റ്. 5ാം സ്ഥാനത്തുള്ളത് പൊമഗ്രനേറ്റ് ആണ്. 100 ഗ്രാം അനാറിൽ 1.7 ഗ്രാം ആണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. ഇനി 4ാം സ്ഥാനത്തുള്ളത് ഏതാണ് എന്ന് നോക്കാം. അത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി ലഭ്യമാകുന്ന ജാക്ക് ഫ്രൂട്ട് തന്നെയാണ്. 100 ഗ്രാം ജാക്ക് ഫ്രൂട്ടിൽ 1.7 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി 3ാം സ്ഥാനത്തുള്ളത് അവക്കാഡോ. 100 ഗ്രാം അവക്കാഡോയിൽ 2 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്തത് പാഷൻ ഫ്രൂട്ട്. 2ാം സ്ഥാനത്തുള്ള ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ടാണ്. 100 ഗ്രാം പാഷൻ ഫ്രൂട്ടിൽ 2.2 ഗ്രാം ആണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട് ഏതാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടി പറയാനുള്ളത് എന്താണ് എന്ന് വെച്ചാൽ അത് ഗുവയാണ്. അതെ, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പഴം എന്ന് പറയുന്നത് പേരക്കയാണ്. 100 ഗ്രാം പേരക്കയിൽ 2.6 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ കുറച്ച് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ പരിചയമുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.